നമ്മുടെ വീട്ടിലുണ്ടാക്കണം സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. പോയേടി. ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ സാധന സാമഗ്രികൾ. കുറച്ച് മൈദമാവ്, ഉപ്പ്, മുളക് പൊടി, ചില്ലി ചിക്കൻ്റെ മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു സോസിൻ്റെ മിക്സാണ്. ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കുരുമുളക്, 2 മുട്ട, കോൺഫ്ലവർ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ സോസ് മിക്സിലുള്ളത് സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസസ് ഇടാം. നമ്മൾ ബോണുള്ള പീസസാണ് എടുത്തത്, കാരണം നമുക്ക് ബോണുള്ള പീസസാണ് ഇഷ്ടം. നമുക്ക് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം മിക്സ് ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മിക്സ് ചെയ്തരുത്. ചിക്കൻ ഇങ്ങനെ പൊട്ടിച്ച് കളയരുത്. നമ്മൾ അത്യാവശ്യം മിക്സ് ചെയ്ത് എല്ലായിടത്തും അത് കോട്ട് ചെയ്ത് എടുക്കാം. നമ്മുടെ മിക്സിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നോരോന്നായിട്ട് പറക്കി നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോന്നോരോന്നായിട്ട് ഇടുന്നത് ഇങ്ങനെ കൂട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഒറ്റ ട്രിപ്പിൽ തന്നെ എല്ലാം വറുത്തെടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ട്രിപ്പായിട്ട് വറക്കാം. എന്നിട്ട് നമ്മൾ വറുത്തിട്ട് ഈ ഒരു പരിവാവണം. ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകരുത് ചിക്കൻ. ഈ ഒരു പരുവത്തിൽ നമ്മൾ ചിക്കൻ ആ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എന്നിട്ട് അതേ സെയിം പാനിൽ സെയിം എണ്ണയിൽ ക്യൂബായിട്ട് അരിഞ്ഞ് സവോള ഇടാം. എന്നിട്ട് ആ സവോള ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത്രയും മാത്രം നമ്മളൊന്ന് വാട്ടിയാൽ മതി. നമ്മൾ ഉപ്പ് സാധനങ്ങളൊന്നും ഇടരുത്, കാരണം ഭയങ്കരമായിട്ട് സവോള വാടിപ്പോവും. നമുക്കത് ആവശ്യമില്ല ഇവിടെ. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കുക. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് നമ്മൾ ചുമ്മാ ഒരു ഷോക്ക് വേണ്ടി ഇടുന്നതാണ്. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇത് കഴിഞ്ഞ് നമ്മൾ പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാവരും മസ്റ്റ് ആഡ് ചെയ്യുക. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അത് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് വാടി ഒരു പച്ചമണം അതിൻ്റെ പോയി കഴിയുമ്പോഴേക്കും നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞതിടാം. ക്യാപ്സിക്കം നമ്മൾ ആദ്യം തന്നെ ഇടരുത്, കാരണം അതിൻ്റെ ഒരു ക്രഞ്ചിനെസ് പോവും, വെന്ത് പോവും. അങ്ങനെ വെന്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് വരില്ല. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം ഈ സമയത്ത് ആഡ് ചെയ്താൽ മതി. പിന്നെ കുറച്ച് ഉപ്പിടാം, മുളക് പൊടി ഇടാം. നമ്മൾ കാശ്മീരി അല്ല, നോർമൽ മുളക് പൊടി, വീട്ടിലുണ്ടാക്കിയ മുളക് പൊടി ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്കൊരു കളർ വേണമെങ്കിൽ മറ്റേ കാശ്മീരി ചില്ലി ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക അതിലേക്ക്. പിന്നെ നമ്മുടെ ചില്ലി ചിക്കൻ്റെ മസാലയുണ്ട്, അതും കുറച്ചിടാം. അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നമ്മൾ ചുമ്മാ ഒരു ടേസ്റ്റിന് വേണ്ടി ഇട്ടെന്നുള്ളൂ. ഇട്ടില്ലെങ്കിലും വലിയ വ്യത്യാസമൊന്നും വരില്ല. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ച ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ച അത് പോണ വരെ നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സെയിം സോസിൻ്റെ മിക്സ് നമ്മൾ ഇതിലേക്കും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമുക്കൊരു സെമി ഗ്രേവി ആയിട്ട് അത് വേണ്ടേ, അതുകൊണ്ട് നമ്മൾ കുറച്ച് കോൺഫ്ലവർ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കണമെങ്കിൽ. ഇപ്പോൾ ചില്ലി ചിക്കൻ കുറച്ച് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. നമുക്കിത് ഒഴിച്ചു കൊടുക്കണ്ട. ഇത് നമുക്കൊന്ന് അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ കോൺഫ്ലവറൊക്കെ ഒന്ന് നന്നായിട്ട് കുറച്ചൊന്ന് കട്ടിയിട്ട് വരണ വരെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലും നന്നായിട്ട് ഈ ഗ്രേവി കോട്ട് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ചില്ലി ചിക്കൻ ആക്ച്വലി എല്ലാത്തിൻ്റെയും കൂടെ പോകും. ചപ്പാത്തി, പൊറോട്ട, പത്തിരി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് എല്ലായിടത്തും നല്ലോണം കോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിക്കുക. കുറച്ച് പഞ്ചസാര അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക, കാരണം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ വിനീഗർ ഒഴിക്കാറുണ്ട്, പക്ഷേ നമുക്ക് അത്ര പുളി ഇഷ്ടമല്ലാതെ നമ്മൾ വിനീഗർ സ്കിപ്പ് ചെയ്തു, ഒഴിക്കുന്നില്ല. പിന്നെ കുറച്ച് ലാസ്റ്റ് സ്പ്രിങ് ഓണിയനും നമ്മുടെ മല്ലിയിലയും മുകളിലൊന്ന് വിതറി കൊടുക്കുക. അതിൻ്റെ ആ ഒരു ഫ്ലേവർ വരുമ്പോൾ ആ ചില്ലി ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, ഓഫ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ചില്ലി ചിക്കൻ. ഇപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗിയില്ലേ, അതിൽ കണ്ട് ഭംഗിയില്ലെങ്കിൽ ഇതിൽ ഭംഗിയുണ്ടല്ലോ. എന്നിട്ട് കുറച്ചും കൂടി നമ്മളൊരു ഷോയ്ക്ക് വേണ്ടി കുറച്ച് സ്പ്രിങ് ഓണിയൻ മുകളിൽ വിതർന്നു കഴിഞ്ഞു. ശുഭം.